ഈ ഡോക്യുമെന്റ്സ് എത്രമാത്രം പബ്ലിക്കലി കൊടുക്കാൻ തുടങ്ങിയ കാര്യങ്ങളിൽ ഇന്റേണലായി തന്നെ ഒരു കൺഫ്യൂഷൻ നിൽക്കുകയായിരുന്നു. മോണോലിസയുടെ അവൈലബിൾ ആയ എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇതിൽ മോണോലിസയുടെ ആദ്യത്തെ ആധാർ കാർഡ്, പിന്നീട് എടുത്ത ആധാർ കാർഡ്, പാൻ കാർഡ്, ഇലക്ഷൻ ക്രെഡൻഷ്യൽസ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അടക്കം എല്ലാം പത്രക്കാർക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അതുകൊണ്ടാണ് മോണോലിസയോട് ഏപ്രിൽ 15 മോണോലിസ ഫർമാനോട് അവരുമായി നടത്തിയ സംഭാഷണമാണ്. അത് അവരുടെ അനുമതിയോടുകൂടി പോലീസിനും പത്രക്കാർക്കും മാധ്യമങ്ങൾക്കും മറ്റും കൊടുക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഇത് ലഭ്യമായെന്ന് ഞാൻ കരുതുന്നു. ആദ്യത്തെ കാര്യം, കഴിഞ്ഞ 48 മണിക്കൂറായി വലിയ രീതിയിലൊരു പ്രതിസന്ധിയിലൂടെയാണ് മോണോലിസയും ഫർമാനും കടന്നു പോകുന്നത്. മധ്യപ്രദേശിൽ നിന്ന് മോണോലിസയെ റിക്കവർ ചെയ്യാൻ തിരിച്ചു കൊണ്ടുപോകാനായി പോലീസുകാരുടെ ഒരു സൈസബിളായ സംഘം എത്തിയിട്ടുണ്ട്. അതിൽ വനിതാ പോലീസുകാരടക്കം മൊണാലിസയെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, മൊണാലിസ ഫർമാൻ ഖാൻ കല്യാണം ഒരു സോക്കോൾഡ് ലവ് ജിഹാദ് അല്ല, നിർബന്ധിത മതപരിവർത്തനമല്ല. മോണോലിസയോ ഫർമാൻ ഖാനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മതം മാറിയിട്ടോ തുടങ്ങിയ കാര്യങ്ങളിലോ സംഭവിച്ചിട്ടില്ല. രണ്ടുപേർ പരസ്പരം കല്യാണം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു. മൊണാലിസയ്ക്ക് വേണ്ടി മൊണാലിസയോടും ഫർമാനോടും സംസാരിച്ച റെക്കോർഡിങ്ങുകളുടെ പശ്ചാത്തലത്തിൽ മൊണാലിസയ്ക്ക് കേരളത്തിൽ ജീവിക്കാനാണ് ആഗ്രഹം. കൃത്യമായ വാക്ക് പറഞ്ഞാൽ കേരള മേ ഘർ ബസാന ഹെ, എനിക്ക് എൻ്റെ കുടുംബം കേരളത്തിൽ നിൽക്കാനും ജീവിക്കാനുമാണ് ആഗ്രഹം. ഫർമാനോടൊപ്പം കേരളത്തിൽ ജീവിക്കാനാണ് മൊണാലിസ ആഗ്രഹിക്കുന്നത്. എന്നാൽ മധ്യപ്രദേശിലെ പോലീസ് മൊണാലിസയെ തിരിച്ചു കൊണ്ടുപോകാനാണ് വന്നത്. മധ്യപ്രദേശിലെ പോലീസ് ഓഫീസറായ സംഘത്തിന്റെ ഇൻചാർജായ ശ്രീ ഗണപത് സാറിനോട് വളരെ വിശദമായി ഞാൻ ഇന്നലെയും ഒക്കെ സംസാരിച്ചിരുന്നു. ആ വിഷയങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഇതിന്റെ എല്ലാം ഡിജിറ്റൽ കോപ്പിയും ഞാൻ പ്രസ് ക്ലബിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ, സോ ദാറ്റ് ഇറ്റ് ഈസ് ഈസി ഫോർ യു എന്നുള്ളത് കൊണ്ട് 3-4 കാര്യങ്ങൾ വളരെ വിശദമാക്കാൻ, നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് വിശദമാക്കാൻ ആഗ്രഹിക്കുകയാണ്. മൊണാലിസയ്ക്ക് 16 വയസ്സാണെന്നാണ് മധ്യപ്രദേശ് പോലീസിന്റെ അവകാശവാദം. ബഹുമാനപ്പെട്ട മധ്യപ്രദേശ് പോലീസ് ഓഫീസർ ശ്രീ ഗണപതുമായി വിശദമായി സംസാരിക്കുകയും മൊണാലിസ ഫർമാൻ എന്നിവരുടെ വിഷയത്തിലെ സത്യം ചൂണ്ടിക്കാട്ടുകയും മൊണാലിസയ്ക്ക് 18 വയസ്സായി എന്ന് അദ്ദേഹത്തോട് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. മൊണാലിസ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്നലെയും മിനിഞ്ഞാന്നുമായി മുഖ്യമന്ത്രി, DGP, എറണാകുളം പോലീസ് കമ്മീഷണർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് പ്രൊട്ടക്ഷൻ 2 പരാതികൾ, അഭ്യർത്ഥനകളാണ് നൽകിയിട്ടുള്ളത്. ഒന്ന്, പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ്. 2, തനിക്കെതിരെ വ്യാജ പരാതി നൽകുകയും വ്യാജ പ്രസ്താവനകൾ നടത്തുകയും തന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അടക്കം മിസ്റെപ്രസെന്റും ചെയ്ത പ്രഥം ദൂബെ എന്ന വ്യക്തിക്കെതിരെ FIR ഇട്ട് കേസെടുക്കണമെന്നും ആ വിഷയത്തിൽ 164 സ്റ്റേറ്റ്മെന്റ് മൊണാലിസ തരാൻ തയ്യാറാണ് എന്നുമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. മൊണാലിസ മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി കൊടുക്കാൻ തയ്യാറാണ്. പോലീസിന്റെ നിർദ്ദേശത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. പ്രഥം ദൂബെക്കെതിരെയാണ് അവർ പരാതി കൊടുത്തിരിക്കുന്നത്. മൊണാലിസയ്ക്ക് കേരളത്തിൽ ജീവിക്കാനാണ് ഇഷ്ടം. ഇവിടെ ഫർമാനുമായി കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. മൊണാലിസയ്ക്കയുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർബന്ധിത മതപരിവർത്തനമോ സോക്കോൾഡ് ലവ് ജിഹാദോ ബാക്കി എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാരല്ല. 2 പേർ കല്യാണം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അത്രമാത്രമാണ്. ഇനി മൊണാലിസയുമായി ഫർമാനുമായി നടത്തിയ സംഭാഷണത്തിൽ നിന്ന് ഏപ്രിൽ 15 രാത്രി 12:05 അവരെന്നെ വിളിക്കുന്നതാണ്. എന്നെ വിളിക്കുന്നതിന്റെ പശ്ചാത്തലം, മിനിഞ്ഞാന്ന് ഞാനൊരു വീഡിയോ ശ്രീ ഗോവിന്ദൻ മാഷും ശ്രീ A. റഹീമിനെ അഭിനന്ദിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇവരുടെ കല്യാണത്തിന് അതാണ് കേരളം എടുക്കേണ്ട സ്റ്റാൻഡ്, കേരളം എടുക്കേണ്ട പൊതു നിലപാട് അതാണെന്ന് പറയുകയുണ്ടായി. കേരളത്തിൽ അഭയം പ്രാപിച്ചവരാണ്, നമ്മളെ അഭയം തേടി വന്നവരാണ് മൊണാലിസ ഫർമാൻ എന്നുള്ളവർ. അവർക്ക് അഭയം കൊടുക്കാനുള്ള സംസ്കാരവും ഉത്തരവാദിത്വവും നമ്മുടെ മലയാളികൾ കാണിക്കണം, കേരളം കാണിക്കണം. അതിൽ ഞാൻ ഈ വിഷയങ്ങളൊന്നും അറിയാതെ, ഇത്രയും ആഴത്തിൽ ഈ വിഷയങ്ങളൊന്നും അറിയാതെ ശ്രീ ഗോവിന്ദ മാഷും ശ്രീ A. റഹീം MP ഒക്കെ എടുത്ത നിലപാട് എല്ലാ മലയാളികൾക്കും അഭിമാനമാണ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഫർമാനും മൊണാലിസയ്ക്കും ആരും അയച്ചു കൊടുത്തു. അവർ എൻ്റെ നമ്പർ തിരക്കി എന്നെ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പശ്ചാത്തലം. അപ്പോൾ ആ കുട്ടി പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാം. എനിക്ക് പ്രായം 18 എനിക്ക് കേരളത്തിൽ ജീവിച്ചാൽ മതി, മധ്യപ്രദേശിൽ പോകണ്ട. എനിക്ക് കേരളത്തിൽ ഒരു വീട് വേണമെന്നാണ് ആഗ്രഹം. എന്നെയും ഫർമാനെയും വേട്ടയാടുന്നു, വ്യാജ പരാതിയിൽ കേസെടുക്കാൻ നോക്കുന്നു, എന്നെ പിടിച്ചുകൊണ്ടുപോകാൻ ചിലർ ശ്രമിക്കുന്നു. ഞാനാണ് ഫർമാനോട് കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടത്, അതായത് ലവ് ജിഹാദൊന്നും അല്ല.
ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. എന്നെ വേട്ടയാടുന്നതിനെതിരെ പരാതി അടക്കം കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. മൊണാലിസയുടെ പിന്നെ മൊണാലിസയ്ക്ക് വേണ്ടി ഹിന്ദിയിൽ ആ പരാതി തയ്യാറാക്കിയിട്ടുണ്ട്. അതിലെ അപ്ലോഡ് ചെയ്ത യൂട്യൂബിലെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. മൊണാലിസയുടെ മുഖ്യമന്ത്രിക്കും DGPക്കും എറണാകുളം പോലീസ് കമ്മീഷണർ അയച്ച പരാതിയുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അദ്ദേഹത്തിന്റെ ഇവരെ നോട്ട് ടു അറസ്റ്റ് എന്ന് പറയുന്ന വിധിന്യായമുണ്ട്. നിങ്ങൾ അറിയേണ്ട സീരിയസ്നെസ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ മധ്യപ്രദേശ് പോലീസിന്റെ ഒരു നിലപാട് ഞങ്ങൾക്ക് മൊണാലിസയെ റിക്കവർ ചെയ്യണമെന്നാണ്. അതായത് അവരുടെ നിലപാടിൽ 18 വയസ്സായിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കുട്ടിയെ റിക്കവർ ചെയ്യണമെന്നാണ്. അപ്പം ഞങ്ങൾ വളരെ ബഹുമാന പുരസ്സരം ഞാൻ മധ്യപ്രദേശിലെ പോലീസ് അവരോട് പറഞ്ഞു, സാർ അങ്ങനെയല്ല, ഈ കുട്ടിക്ക് എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കോടതികളെ അപ്രോച്ച് ചെയ്യൂ. മൊണാലിസ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും മധ്യപ്രദേശ് ഹൈക്കോടതിയിലും അപ്രോച്ച് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട്. നിയമോപദേശം കിട്ടുന്ന മുറയ്ക്ക് കേരള ഹൈക്കോടതി, മധ്യപ്രദേശ് ഹൈക്കോടതി ഏതിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ചെയ്യും. കാര്യം വേറൊന്നും കൊണ്ടല്ല, ഹൈക്കോടതി ഓൾറെഡി ഈ മാറ്റർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേരള ഹൈക്കോടതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് നോട്ട് ടു അറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫർമാനെതിരെ ഇട്ടിരിക്കുന്ന കുറ്റം കിഡ്നാപ്പിംഗ് ആണ്. കിഡ്നാപ്പിംഗ് എന്നുള്ള കുറ്റമാണ് ഇട്ടിരിക്കുന്നത്. അത് നിലനിൽക്കാത്ത കുറ്റമാണെന്ന് എല്ലാവർക്കും അറിയാം. പരസ്പര സമ്മതത്തോടെ ഇവിടെ വന്ന് കല്യാണം കഴിച്ചവർക്ക് കിഡ്നാപ്പിംഗ് കുറ്റം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അപ്പൊ യഥാർത്ഥത്തിൽ ഇവരെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ബാക്കി പേജുകളിൽ നിങ്ങൾ നോക്കിയാൽ ഇവരുടെ ലഭ്യമായ ഇവരുടെ ഇമെയിൽ അയച്ചത്, അതിന്റെ സ്ക്രീൻഷോട്ട്, ഇവരുടെ കല്യാണത്തിന്റെ തെളിവുകൾ, ഈ കുട്ടിയുടെ പാൻ കാർഡ്, ഈ കുട്ടിയുടെ ഇലക്ഷൻ ID കാർഡ്, പഴയ ആധാർ കാർഡ്, പുതിയ ആധാർ കാർഡ് എല്ലാം. ഒന്ന് ആലോചിച്ച് നോക്കുക, വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ആധാർ കാർഡല്ലേ ഫർമാന് ഗൂഢാലോചന നടത്തി ആധാർ കാർഡ് ഉണ്ടാക്കാൻ പറ്റൂ? മൊണാലിസയുടെ ആധാർ കാർഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ കുട്ടി കൊച്ചുകുട്ടിയായിരുന്നു, ഇപ്പോൾ എടുത്ത ആധാർ കാർഡാണ്. ഫർമാൻ എങ്ങനെയാണ് ആ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ആധാർ കാർഡ് എടുത്തത്? ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ആധാർ കാർഡ് എടുക്കാൻ പറ്റുക? കൃത്യമാണ്. ഈ കുട്ടി ജനിച്ചത് 2008 ജനുവരി 1 അടുത്തതാണ് യഥാർത്ഥത്തിൽ ക്രിമിനൽ കുറ്റം നടന്നിരിക്കുന്നത്. 2009 ഡിസംബർ 30 ഈ കുട്ടിയുടെ സഹോദരനാണ് ജനിച്ചു എന്ന് ആണ് ഇവർ പറയുന്നത്. ആ സഹോദരൻ ജനിച്ചതിനെ മൊണാലിസ ജനിച്ചതായി ചിത്രീകരിച്ചുകൊണ്ട് മൊണാലിസയ്ക്ക് 16 വയസ്സേ ആയുള്ളൂ എന്നാണ് മൊണാലിസയും ഫർമാനെയും പിരിക്കാൻ ആഗ്രഹിക്കുന്നവർ, തെറ്റിക്കാൻ ആഗ്രഹിക്കുന്നവർ, തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യുന്നത്. അത് പോലീസുകാരാണെന്നല്ല പറയുന്നത്, ഈ പ്രഥം ദൂബെ അടക്കമുള്ള ആൾക്കാരാണ്. പോലീസുകാർക്ക് തങ്ങൾക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ, ഞാനപ്പോൾ അദ്ദേഹത്തോട് വളരെ ബഹുമാനത്തോടെ പറഞ്ഞു, സാർ ഞാൻ ഒരു അഡ്വക്കേറ്റ് മാത്രമല്ല, ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്, സാർ ഇത് ചെയ്യുന്ന ദ്രോഹമാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് നിയമപരമായ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടി, ഈ കാര്യങ്ങൾ പോയി അന്വേഷിക്കുക, ആ പെൺകുട്ടിയെ റിക്കവർ ചെയ്യാൻ, നിങ്ങൾ അതുകൊണ്ട് കോടതിയിൽ പോകാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട എറണാകുളം കമ്മീഷണർ കാളിരാജ് സാറിനെയും ഇന്നലെ ഗണപത്തിന്റെ നേതൃത്വത്തിൽ ഒരു ടീം ചെന്ന് കണ്ടിരുന്നു. സാറും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായങ്ങൾ അവർക്ക് ചൂണ്ടിക്കാട്ടി ആ കോപ്പി പോലീസിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കോപ്പികൾ അവർക്ക് കൊടുത്തു. അതിൽ ഫർമാനെയും മൊണാലിസയും നോട്ട് ടു അറസ്റ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ മധ്യപ്രദേശ് പോലീസ് ആഗ്രഹിക്കുന്നത് ഈ കുട്ടികളെ റിക്കവർ ചെയ്യണമെന്നും മറ്റുമാണ്. കഴിഞ്ഞ 2 ദിവസമായി ഇവർ അതിന്റെ പേടിയിലും അതിന്റെ ടെൻഷനിലും ഒക്കെയാണ് നിൽക്കുന്നത്. പല സ്ഥലങ്ങളിലായിട്ട് ഇവർക്ക് ആകെ വറീഡാണ് എന്നുള്ളതാണ് സത്യം. നമുക്ക് ഇനിയും അവരുടെ സംഭാഷണം കൂടെ, മൊണാലിസയും ഫർമാനും ഇനി ഞാൻ നടത്തിയ സംഭാഷണങ്ങളുടെ ഒരു പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം. നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് അടക്കം തന്നിട്ടുണ്ട്. സോ ദാറ്റ് അത് റെക്കോർഡഡ് ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് അതിന്റെ ലിങ്ക് അടക്കം തന്നിട്ടുണ്ട്. मोहम्मद फरमान है, आप दोनों हाय इनमें किया तो अभी हमारा सीरियस बात मोनालिसा क्या जान गए आप आज क्या वो हम व्यूअर्स को बताएंगे ताकि हम एक डॉक्यूमेंट कर सके? नहीं, मैं ये कहना चाहती हूँ कि सब लोग इसे बोल रहे हैं, मेरे पापा का न्यूज देखा मैंने तो बोल रहे कि मेरी लड़की का एज कम नहीं है मेरा एज कम। अगर एज कम थी तो मुझे छोड़ के क्यों गए? सरकार सबके लिए बनी है, एक के लिए नहीं बनी है, आपको भी मालूम है भैया। लेकिन उन्होंने मुझे छोड़ के नहीं जाना था, क्यों चले गए? मैंने कॉल भी किया, उन्होंने बताना था, पुलिस स्टेशन में बताना था कि ऐसा है, मेरी लड़की की एज कम है, तो सरकार मदद नहीं करती। एक और बात, മൊണാലിസയുടെ കയ്യിൽ പ്രോപ്പർ ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ട്. ആ ഡോക്യുമെന്റ്സിന്റെ തെളിവുകളാണ് ഈ കാണുന്നതെല്ലാം. മൊണാലിസ आधार कार्ड, पैन कार्ड, इलेक्शन ID सभी है। मोनालिसा ये भी बताइए कि आज हमारा कॉन्टेक्स्ट ये है कि मध्य प्रदेश से आपको लेने के लिए एक पुलिस ऑफिसर आने की प्रोबेबिलिटी आपने समझा, उसके बारे में बताइए ताकि हम एक डॉक्यूमेंट कर सकें। मेरी शादी हो गई है, मैं अभी केरला में रहूंगी, मैं नहीं जाऊंगी मध्य प्रदेश, मुझे केरला में रहना है। എനിക്ക് മധ്യപ്രദേശിൽ പോകണ്ട, എനിക്ക് കേരളത്തിൽ ജീവിച്ചാൽ മതി. അതാണ് മൊണാലിസയുടെ അടിസ്ഥാനപരമായ റിക്വസ്റ്റ്. കേരളമാണ് എനിക്കിഷ്ടം, എനിക്ക് കേരളത്തിൽ ജീവിക്കണം എന്നാണ് ആ പെൺകുട്ടിയുടെ ഏറ്റവും ബേസിക് നമ്മളോടുള്ള അഭ്യർത്ഥന.
छोटा सा घर बनाना है, हमारे भी जिंदगानी है, हम भी कुछ करें थोड़ा। डेफिनेटली आप एक बहुत बढ़िया आर्टिस्ट बने मोहम्मद, बहुत मूवी में आइए बने। मोहम्मद फरमान आप बताइए आज का कॉन्टेक्स्ट भी बताइए क्या वही। सर आज क्या है कि हमें एक एफआईआर प्राप्त हुई मध्य प्रदेश पुलिस के माध्यम से, कहीं से हमें एक एफआईआर प्राप्त हुई जिसमें ये अपहरण का एक केस है, मिसिंग केस है, मोनालिसा मिसिंग केस उसमें डाला हुआ है कि इस केस 16 साल है, 16 साल 2 महीने और वो मिसिंग हो गई है, ऐसा कुछ एक केस डाला हुआ है। लेकिन बहुत सारी जो नेशनल मीडिया, जो बड़ी बड़ी जो मीडिया चला रही है कि पोक्सो एक्ट जो है वो फरमान के खिलाफ दर्ज हो गया, फेक चला रही है, वो मेरा नाम बदनाम कर रही है, वो मेरे चरित्र का जो है वो हनन कर रही है, वो गलत बात है उनकी, वो ऐसा नहीं करना चाहिए, उन पे कार्रवाई भी करनी चाहिए पुलिस को। ये गलत न्यूज फैलाना, लोगों को भ्रमित करना, सारे देश को भ्रमित करके रख रखा है कि ऐसा ये केस हो गया, वो हो गया। अभी सर जो अपहरण का केस किया गया है, हमारी शादी हुई उस टाइम, उसी दौरान इनके पिताजी हमारे साथ थे, जहाँ जिस पुलिस स्टेशन में हम लोग गए थे, पिताजी, मैं और मोनालिसा, हम तीनों लोग पुलिस स्टेशन के अंदर में गए थे, वहाँ पे वो इनके पिताजी भी साथ में थे। और जो आधार कार्ड जो लिया गया इनके पिताजी से लिया गया, जो इसके जो आधार कार्ड जो डॉक्यूमेंट्स थे वो सब पिताजी से पुलिस ने लिए गए, क्योंकि वहाँ ശ്രദ്ധിക്കണം, മോണാലിസയുടെ അച്ഛനാണ് പോലീസ് സ്റ്റേഷനിൽ ഈ ആധാർ അടക്കം കൊടുത്തത്. മോണാലിസയുടെ അച്ഛനാണ് പോലീസ് സ്റ്റേഷനിൽ ഈ ആധാർ അടക്കം കൊടുത്തത്. അവർക്ക് കല്യാണത്തോട് യോജിപ്പുണ്ടാകാം, വിയോജിപ്പുണ്ടാകാം. പക്ഷേ ഈ കല്യാണത്തിന്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനിലടക്കം പോയപ്പോൾ മൊണാലിസയുടെ അച്ഛൻ ഇവരുടെ കൂടെ വരികയും ഈ ആധാർ കാർഡ് അടക്കം കൊടുക്കുകയും ചെയ്തത് അച്ഛനാണ്. जो थाना है वहाँ पे कैमरे लगे हुए हैं, सब कुछ रिकॉर्ड होता है वहाँ पे, कौन आया क्या है क्या नहीं। तो उनके पिताजी की जो सारी चीजें रिकॉर्ड है वहाँ पे, कैसे कैसे वो आए, वहाँ सारी बातचीत हुई। अगर मोनालिसा वहाँ नाबालिग थी, वो बोल रहे 16 साल की थी, तो वहाँ से गए क्यों? वो वहाँ पुलिस को बताना था कि मेरी बेटी नाबालिग है, देखो एविडेंस ये 16 साल की है, मेरे साथ जाना है। खुद मैंने मेरे पापा से आधार कार्ड लिया, सब कुछ लिया, वहाँ पुलिस में होगा भी वीडियो, और सरकार को अगर वो बताती तो सरकार तो अंधेरी होती है सर। तो एक और बात मैं आप सभी से कहना चाहता हूँ, मैं हिंदी में पहले करूंगा, उसके बाद मलयालम में कहूंगा। आज का सिचुएशन ये है, इसको एक एफआईआर मिला, एफआईआर में किडनैपिंग का चार्ज लगा, मोहम्मद फरमान के लिए किडनैपिंग का चार्ज लगा, और मोहम्मद फरमान और मोनालिसा को हमारा केरला हाईकोर्ट से नॉट टू अरेस्ट मिला। मगर अभी पता चला कि मध्य प्रदेश से एक पुलिस, स्पेशली फीमेल पुलिस आ रहा है, वो अरेस्ट करने के लिए या वापस ले जाने के लिए एक कोशिश कर रहा है। ऐसा पुलिस का टीम आ रहा है सर, मैं कहता एक पुलिस का टीम आ रहा है जो वापस ले जाने के लिए, वो मोनालिसा को ले जाने के लिए आ रहा है। लेकिन कैसे लेके चले जाएगा? तो हमारी शादी हो चुकी है, मेरी वाइफ है। और मैंने इनसे की है, फरमान तो कह रहे थे कि नहीं, को पता है मेरी लाइफ है, मैं मूवी बनाऊंगा, मुझे शादी वादी नहीं करनी है। लेकिन मैंने इनको बोला कि अगर आपने मुझसे शादी नहीं की तो मैं सुसाइड कर लूंगी। ഓക്കെ, ഹമേഷാ आपका, അതായത് മുഹമ്മദ് ഫർമാനും ഇവരും തമ്മിലുള്ള ബന്ധത്തിൽ ഞാനാണ് മുഹമ്മദ് ഫർമാനോട്, അതായത് മോണാലിസയാണ് മുഹമ്മദ് ഫർമാനോട് പറഞ്ഞത്, എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം, നമുക്ക് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണം. ഫർമാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് കല്യാണം കഴിക്കാനും സിനിമകളൊക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ എന്റെ നിർബന്ധം, അതായത് മോണാലിസയുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനുമാണ് ഞാൻ കല്യാണം കഴിച്ചത്. अफेयर जीवित रहे, और हम अभी ये डॉक्यूमेंट कर रहा है ताकि ये स्पष्ट हो जाए मोनालिसा और मोहम्मद फरमान एक दूसरे के साथ खुश है। समझ में नहीं आ रहा है सर कि एक साथ 2 बच्चे कैसे हो सकते हैं। मेरे भाई की भी उम्र 16 साल बता रहे, मेरी भी उम्र 16 साल बता रहे, मुझे कुछ समझ में नहीं आ रहा है। അനിയന്റെ പ്രായം 16, മൊണാലിസയുടെ പ്രായം 16. അതെങ്ങനെയാണ് ഒരു വീട്ടിൽ 16 വയസ്സുള്ള 2 കുട്ടികൾ ഒരുമിച്ചുണ്ടാകുക? അപ്പൊ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അനിയന്റെ പ്രായമാണ് 16. ആ അനിയന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് അത് മോണാലിസയുടെ ആണെന്ന് ചിത്രീകരിച്ച് ചെയ്യുന്നതാണ്. അത് എന്ത് ചെയ്തു എന്ന് അവരുടെ വാക്കിൽ തന്നെ നമുക്ക് കേൾക്കാം, ഞാൻ പറയുന്നില്ല, അവരുടെ വാക്കിൽ കേൾക്കാം. उन लोगों ने आपको ट्रैप करने के लिए या കമ്മ്യൂണൽ പൊളിറ്റിക്സ് करने के लिए ऐसा कर रहा है. तो एक और बात, നമ്മുടെ പ്രേക്ഷകരോടും കൂടി ഒരു കാര്യം, एक बात, അതായത് നമ്മൾ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിങ്ങൾ മെയിൽ അയച്ചില്ലേ? अभी आपने मेल भेजा है ना? जी, अभी मेल किया है,
एर्नाकुलम पुलिस स्टेशन में पुलिस कमिश्नर को हमने मेल भेजा है, केरला पुलिस कमिश्नर को मेल भेजा है, क्योंकि ये किस आधार पर इसको वापस ले जाने के लिए आ रहे हैं, जबकि ये बाली केस के पैन कार्ड, आधार कार्ड, वोटर आईडी कार्ड सब जगह 18 साल है और सब मेरे आधार पर ही हमारी शादी की गई है, क्योंकि हम केरला पुलिस ने पंचायत जिन्होंने शादी सर्टिफिकेट जहाँ पे हमने पंजीकरण किया था सभी लोगों ने सब डॉक्यूमेंट चेक करने के बावजूद सब कुछ हुआ है सर। और अभी भी हम कमिश्नर के पास में गए थे, वहाँ भी मोनालिसा के बयान हुए हैं, सब कुछ डॉक्यूमेंट चेक हुए। अगर कुछ ऐसा कुछ होता तो पुलिस हमें वापस नहीं आने देती। अगर कोई डाउट होता, कोई कमी होती। मोनालिसा तो आप कुछ कह रहे थे, बोलिए आप मोनालिसा बोलिए, आप कुछ कह रहे थे। जब मेरे भाई वो बोल रहे हैं मेरे मम्मी पापा की लड़की की एज कम है सब कुछ है, तो मेरे पापा की यही बात समझ में नहीं आता कि एज कम थी तो कोई बेटी को कैसे छोड़ के जा सकता है, साथ में लेके जाना था कि नहीं मेरी लड़की नाबालिग है, कम एज है इनकी, तो इनको मैं साथ में लेके जाऊंगा, सरकार से बोलूंगा। लेकिन उन्होंने ऐसा नहीं किया, हो गए क्योंकि मेरी उम्र एज ज्यादा है सर। ओके मोनालिसा, हम ये कॉन्वर्सेशन 3 पॉइंट्स पुलिस दिन के बाद नकली डॉक्यूमेंट बना रहे, जन्म प्रमाण पत्र सब। മോണാലിസ പറയുന്നതാണ് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അവർ എന്ന് പറഞ്ഞാൽ വീട്ടുകാരല്ല, ഇത് പരാതി കൊടുത്തവർ വ്യാജമായിട്ടുണ്ടാക്കുകയും മിസ്റെപ്രസെന്റ് ചെയ്യുകയും ചെയ്യുകയാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് മൊണാലിസയുടെ ഒറിജിനൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം മൊണാലിസയോട് ചോദിക്കാതെ പോലും അവിടെ നിന്ന് ക്യാൻസൽ ചെയ്യുകയാണ്. എന്നിട്ട് പുതിയ വ്യാജ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. सबको दिखा रहे कि मेरी लड़की नाबालिग है सर। और अगर आपकी जानकारी के लिए बता दें, जो वो रिकॉर्ड है जो ये दिखा रहे हैं कि ये मोनालिसा का जो है ये हॉस्पिटल का बर्थ सर्टिफिकेट है, वो इनके ब्रदर है जो भाई है, उनके छोटे भाई का रिकॉर्ड है। लड़का उस पर बड़ी की मात्रा डाल दी हिंदी में, लड़का ലഡ്ക, അതായത് ഇവളുടെ അനിയൻ ജനിച്ചപ്പോൾ ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ ലഡ്ക എന്ന് എഴുതിയിട്ടുണ്ട്. ഇവർ ആ സർട്ടിഫിക്കറ്റ് എടുത്ത് ലഡ്കയ്ക്ക് മേളിൽ ഒരു കുനിപ്പും കൂടിയിട്ട് ലഡ്കിയെന്നാക്കി അത് മൊണാലിസയുടെ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ചെയ്യുന്ന കള്ളത്തരങ്ങളുടെ എക്സ്റ്റെൻഡ് ആലോചിക്കണം. മൊണാലിസയുടെ സഹോദരൻ ജനിച്ചപ്പോൾ ലഡ്ക, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ആൺകുട്ടി പെൺകുട്ടി എന്ന് എഴുതിയാണല്ലോ തരുന്നത്, ലഡ്ക എന്ന് എഴുതുന്നതിന്റെ മേളിൽ ലഡ്കി എന്ന് എഴുതി വ്യാജമായി അത് മൊണാലിസയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞ് ഇവർ പരാതി കൊടുത്തത് ക്യാൻസൽ ചെയ്യിക്കുക. അപ്പൊ ഇതിന്റെ പിന്നിൽ എത്ര ഉന്നത തലങ്ങളിൽ നിന്നുള്ള ഗൂഢാലോചനയുണ്ട് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മാത്രം മതി. അതായത് ആർക്കും നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്, മൊണാലിസയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മൊണാലിസയുടെ ബ്രദറിന്റെ ലഡ്ക എന്ന് എഴുതിയ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ മേലിൽ ഒരു കുനിപ്പിട്ട് ലഡ്കിയെന്നാക്കി മധ്യപ്രദേശിൽ ഈ പെൺകുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ എത്ര ആഴത്തിൽ എത്ര ഉന്നതരായ ആൾക്കാർ ഇടപെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ വെറുതെ ചിന്തിച്ചാൽ മതി. കാര്യം ആ ഹോസ്പിറ്റലിൽ തന്നെ മൊണാലിസയുടെ വേറെയുണ്ട്, മൊണാലിസയ്ക്ക് 5ഓളം ബാക്കി ഡോക്യുമെന്റുകളുണ്ട്. वो ऐसे करके उसमें रिकॉर्ड डाला हुआ है, क्योंकि डॉक्यूमेंट्स में ये मोनालिसा के भाई की 16 साल एज है। पहले हम दोनों तो प्यार करते थे, हमारी इतनी जल्दी शादी की बात नहीं थी, लेकिन चुपचाप मेरे पापा घर पे ले जाके मेरी शादी करवा रहे थे। എന്നെ വേറൊരു കല്യാണം കഴിക്കാൻ വീട്ടുകാർ നിർബന്ധിക്കുണ്ടായിരുന്നു. എല്ലാ പ്രണയ വിവാഹങ്ങളും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആ കുട്ടിയെ വേറൊരു കല്യാണം കഴിക്കാൻ വീട്ടുകാർ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മൊണാലിസയ്ക്കും ഫർമാനും കല്യാണം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. അവരൊന്നിച്ചു. അതിന്റെ പേരിൽ ഇനിയും വീട്ടുകാരല്ല, അതുകൊണ്ട് हम सभी मलयाली को ये पता है, हम सब आपके साथ है. एक और बात, सिर्फ मैं तीन पॉइंट में मैं एक समराइज करूंगा ताकि मैं पुलिस को सबमिट कर सकूं, मैं एक अथॉरिटीज को सबमिट कर सकूं. कल कोर्ट नहीं है, इसलिए शायद कोर्ट को भी अगर देना पड़े तो 3 पॉइंट से एक, मोनालिसा को 18 ईयर्स हुआ, उसको स्थापित करने के लिए हमारे पास आधार कार्ड है, पैन कार्ड है, इलेक्शन क्रेडेंशियल्स है. दूसरा बात, मोनालिसा और मोहम्मद फरमान का शादी हुआ, वो बहुत खुश है. तीसरी बात, वो केरला में स्टे करना चाहते हैं. मध्य प्रदेश से जो अथॉरिटीज अभी पुलिस आने की चांस है और आ रहे हैं, उसको हम रेस्पेक्टफुली कहेंगे कि हमारे पास हाई कोर्ट वर्डिक्ट है केरला के, उसके हिसाब से आपको केरला में रहना चाहिए. करेक्ट? जी 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 जी. तो मैंने कमिश्नर साहब से बात किया, पुलिस स्टेशन में भी बात की, आपको नंबर भी भेजा. जो कोई भी प्रॉब्लम हो आप पुलिस कांटेक्ट कर सकते हैं. 24 आवर्स मुझे भी कांटेक्ट कर सकते हैं. सर इनका बचपन का जो 15 साल पुराना आधार कार्ड है, जिसमें वो छोटा सा 10 साल का भी नहीं होगा, 5 साल का है उस टाइम पे. तो 5 साल पहले और मैं 7-8 साल पहले हम कैसे प्लानिंग कर सकते हैं? तो जानता भी नहीं मध्य प्रदेश की, मैं उत्तर प्रदेश का सर.
ഈ 10 വർഷം മുമ്പ് ഞങ്ങൾ എങ്ങനെയാണ് ഗൂഢാലോചന നടത്തുന്നത്. അതായത് 10 വർഷം മുമ്പ് മൊണാലിസ കുഞ്ഞായിരിക്കുമ്പോഴത്തെ ആധാർ കാർഡും 2008 ആണല്ലോ. ഇപ്പോ മുഹമ്മദ് ഫർമാനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാർ മുഹമ്മദ് ഫർമാൻ വ്യാജരേഖ ഉണ്ടാക്കിയെന്നാണെന്ന് പറയുന്നത്. ഉത്തർപ്രദേശിലുള്ള ഞാനും മധ്യപ്രദേശിൽ ജനിച്ച ഈ പെൺകുട്ടിയും 10 വർഷം മുമ്പ് കണ്ടിട്ട് കുറച്ചു കാലമേ ആയുള്ളൂ. 10 വർഷം മുമ്പ് എങ്ങനെ ഗൂഢാലോചന നടത്തിയാണ് എടുക്കുന്നത്. അപ്പോൾ കള്ളത്തരങ്ങളുടെ എത്രമാത്രം കള്ളത്തരങ്ങളും വ്യാജ പ്രചരണങ്ങളുമാണ് നടക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. मालूम था कि हम दोनों प्यार करते हैं, हमारी बातचीत चलती है, उनको मालूम था और खुश भी थी, लेकिन उनको सबने क्या बोल के डरा दिया कि लाइफ स्टोरी हो गई. അത് കേരള സ്റ്റോറി ആണെന്ന് പറഞ്ഞു. ഇവിടൊക്കെയാണ് ഈ കേരള സ്റ്റോറി 2ഉം കേരള സ്റ്റോറി 1 പോലുള്ള പ്രൊപ്പഗാൻഡ സിനിമകളുടെ അപകടം. നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാം ഒരുമിച്ച് നിന്ന് ഒരുപക്ഷെ ഇടതോ വലതോ മധ്യമോ ഇല്ല നമ്മൾ തെള്ളിപ്പറയും. നോർത്ത് ഇന്ത്യയിലൊക്കെ പല ഭാഗങ്ങളിലും കേരളത്തിൽ നിന്ന് 32,000 പെൺകുട്ടികൾ തീവ്രവാദത്തിന് മതം മാറി സിറിയെ പോയി എന്നൊക്കെ പറയുന്ന കഥകളി വിശ്വസിച്ച് ഇത് കേരള സ്റ്റോറി ആയി എന്ന് ഞങ്ങളുടെ നാട്ടിൽ പ്രചരിപ്പിക്കുകയാണ്. ഇതൊരു കേരള സ്റ്റോറി ആയി എന്ന്. യഥാർത്ഥത്തിൽ ഇവരുടെ സ്റ്റോറിയാണ് നന്മയുള്ള കേരള സ്റ്റോറി. പക്ഷേ ഇത് കേരള സ്റ്റോറി എന്ന് പറയുന്ന നെഗറ്റീവ് രീതിയിലായി എന്ന് അവരുടെ നാട്ടിൽ പ്രചരിപ്പിക്കുകയാണ്. टेंशन रहिए, एक बात, आपका स्टोरी जैसे मलयालम या हिंदी या कोई भी भाषा हो, आपका स्टोरी एक मूवी होना चाहिए. जरूर आपका स्टोरी एक सक्सेसफुल लव स्टोरी के हिसाब से मूवी हो जाए और वो बहुत लोग देखें और आपको करियर में भी. आधी से ज्यादा फैमिली को हमारे बारे में पता था. इनकी माता जी ने हमें बोला, आज्ञा दी, उसी टाइम हमने शादी की प्लानिंग की, अदरवाइज नहीं. ഞങ്ങളുടെ വീട്ടിലെ പകുതിയിലധികം ആൾക്കാർക്ക് ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അമ്മയടക്കമുള്ളവർ അറിയുകയും അമ്മയോട് സംസാരിക്കുകയും ചെയ്തതിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ അമ്മയാണ് പരാതി കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാണ് അവർ വന്നിരിക്കുന്നത്. ഇവരുടെ വീട്ടിൽ ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അറിയാം. എന്റെ അമ്മയുടെ ഫോൺ വന്നു, മൊണാലിസയുടെ അമ്മയുടെ ഫോൺ വന്നു, നിങ്ങൾ കല്യാണം കഴിച്ചോ, അവർക്ക് എതിർപ്പ് കാണും, പക്ഷെ നിങ്ങൾ കല്യാണം കഴിച്ചോ ഇല്ലെങ്കിൽ നിന്നെ വേറെ പിടിച്ച് കെട്ടിക്കും എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയുടെ ഫോൺ വന്നു. ഞാൻ ഒന്നുകൂടെ അതില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം അമ്മയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. പല നമ്മുടെ ഈ തീവ്ര ഇതിനെ എതിർക്കുന്ന ആൾക്കാർ പറയുന്നത് കേൾക്കാമല്ലോ. അല്ല, ഹിന്ദി ആയതുകൊണ്ട് വെറുതെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ റീസൺ വേറൊന്നും കൊണ്ടല്ല, ആ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്നുകൂടി ഇടുകയാണ്. ഇതിന്റെ ഫുൾ വീഡിയോയും ഉണ്ട് മാഡം, ഡിജിറ്റലി എടുക്കാം. आधी से ज्यादा फैमिली को हमारे बारे में पता था. इनकी माता जी ने हमें बोला, आज्ञा दी, उसी टाइम हमने शादी की प्लानिंग की, अदरवाइज नहीं करते. इनकी माता जी का फोन आया था, मदर का फोन आया था कि शादी करो, वरना इसकी शादी उधर तय हो गई है. अभी 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 बहुत सारा पॉलिटिक्स हमारे देश में, ये बहुत सारा पॉलिटिक्स है ना, मुस्लिम पॉलिटिक्स. ഇതല്ലേ കാര്യം മാഡം, ഇതില്ലാതെ വേറെ ഏതെങ്കിലും കാര്യത്തിലേക്ക് കിടക്കാനുണ്ടോ? അതായത് മൊണാലിസയുടെ അമ്മ വിളിച്ച് കല്യാണം കഴിച്ചോളാൻ പറഞ്ഞു എന്നുള്ളതല്ലേ കാര്യം, അല്ലാതെ വേറെ ഏതെങ്കിലും കാര്യം ഉണ്ടോ ഇവിടെ? അപ്പോ മൊണാലിസയുടെ, അതല്ലേ ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. അപ്പോൾ മൊണാലിസയുടെ അമ്മ ഇവരെ വിളിച്ച് കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടുകാർക്ക് ഈ കാര്യം അറിയാം. അവരുടെ വീട്ടിൽ ഒരു പക്ഷേ എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മുടെ നാട്ടിൽ ഇന്റർ റിലീജിയസും ഇന്റർ കാസ്റ്റും മാരേജ് നടക്കുമ്പോൾ ഒക്കെ എതിരഭിപ്രായങ്ങളും അനുകൂല അഭിപ്രായങ്ങളും ഉണ്ടാകാറില്ലേ? പക്ഷേ നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിന്നെ ഇവിടെ വേറെ പിടിച്ച് കല്യാണം കഴിപ്പിക്കും, അതുകൊണ്ട് നീ കല്യാണം കഴിച്ചോളൂ എന്ന് മൊണാലിസയുടെ അമ്മയടക്കം ഇവരെ വിളിച്ചു പറഞ്ഞത് ഇവരുടെ കയ്യിലുണ്ട്. ആ അമ്മയാണ് ഇവർക്കെതിരെ പരാതി കൊടുത്തു എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നടക്കുന്നത് മൊണാലിസയെ കൊടുക്കാൻ, മൊണാലിസയും ഫർമാനും തമ്മിലുള്ള വിവാഹം തെറ്റിക്കാൻ, ഇവരെ പിരിക്കാൻ, മൊണാലിസയെ തിരിച്ചു കൊണ്ടുപോകാൻ ഉന്നത തലത്തിൽ അല്ലെങ്കിൽ ശക്തരായ പല ആൾക്കാർ, പോലീസുകാരല്ല, പോലീസുകാർക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടി വരുന്നതാണ്, ശക്തരായ പല ആൾക്കാരും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. പവർഫുൾ പീപ്പിൾ, കൂടുതൽ കേട്ടാൽ നിങ്ങൾക്ക് അറിയാം, അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. പവർഫുള്ളായ കുറേ ആൾക്കാർ ഞങ്ങളെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നുണ്ട്. ഇതാണ് മൊണാലിസയ്ക്കും ഫർമാനും കേരളത്തോട് പറയാനുള്ളത്. ഇനി രണ്ട്, എനിക്ക് കേരളത്തോട് പറയാനുള്ളത്, നമ്മളുടെ കേരളം ഇവർക്ക് തീർച്ചയായിട്ടും അഭയം നൽകണം, തീർച്ചയായിട്ടും ഇവർക്ക് പ്രൊട്ടക്ഷനും സെക്യൂരിറ്റിയും നൽകണം. ഇവരുടെ 4-ലധികം പ്രോപ്പർ ഗവൺമെന്റ് ഡോക്യുമെന്റ്സ്, അതിൽ ഈ പെൺകുട്ടിക്ക് ഇലക്ഷന് വോട്ടിങ്ങിനടക്കം ഈ പെൺകുട്ടിക്ക് റൈറ്റ് എന്നുള്ള മധ്യപ്രദേശ് ഗവൺമെന്റിന്റെ ഡോക്യുമെന്റ്സ് ആണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ബോധപൂർവം ഈ കുട്ടിയുടെ അനിയന്റെ ജന്മദിനം ഈ കുട്ടിയുടെ ജന്മദിനമായി മിസ്റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവിടെ ഈ പെൺകുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയും ഫർമാനെ കൊടുക്കാനും മൊണാലിസയെ തിരിച്ചു കൊണ്ടുപോകാനും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ കേരളം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണം. കാര്യം നമ്മുടെ നാട്ടിൽ അഭയം തേടി വന്ന വ്യക്തികളാണ്, നമ്മുടെ നാട്ടിൽ ആശ്രയം തേടി വന്നവരാണ്. അവർക്ക് കേരളത്തിൽ ജീവിക്കാനാണ് ആഗ്രഹം. 18 വയസ്സ് ഇവർക്ക് കഴിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും ഉണ്ട്. ഇതാണ് പറയാനുള്ളത്.
ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും മധ്യപ്രദേശ് ഹൈക്കോടതിയും ഈ വിഷയത്തിൽ നിയമോപദേശം നൽകുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന കണക്കിൽ അവർ അപ്രോച്ച് ചെയ്യും. അതോടൊപ്പം പോലീസിന്റെ നിർദ്ദേശങ്ങളടക്കം മറ്റും എടുത്തുകൊണ്ട് അവർ FIR രജിസ്റ്റർ ചെയ്യുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ ഏതാണ് നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകുന്ന മുറയ്ക്ക് നമ്മുടെ 164 സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യും. ഇതാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലെ സമ്മറി നിങ്ങളെ അറിയിക്കാൻ